വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബാക്ക് ടു സ്കൂൾ വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെ വാങ്ങി, നമ്മൾ പുതിയ സ്കൂൾ തുറക്കുമ്പോൾ എന്തൊക്കെ വാങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റിവീൽ ചെയ്യുകയാണ്. ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയത്. ആദ്യം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളിൽ നിന്ന് തുടങ്ങാം. ഇതാണ് എൻ്റെ അനിയത്തി. ഇനി 9th-ക്ക്, ഇവള് ഇനി UKG-ക്ക്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വാങ്ങിയത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതെന്റെ ബുക്ക് കേട്ടോ. ഇത് അവളുടെ ബുക്കാണ്. ചെറിയ ചെറിയ നോട്ട്ബുക്കാണ്. ഇത് അൺറൂൾഡ് ആണ്. ഇത് 2 വര കോപ്പി, അങ്ങനെ പിന്നെ 4 വര, അങ്ങനെ അവൾക്ക് വേണ്ടി ടീച്ചർ പ്രത്യേകം ഗ്രൂപ്പിൽ ഇട്ടിട്ട് അങ്ങനെ മേടിച്ചതാണ് ഈ ബുക്ക്. ഇതാ ഓരോന്ന് 2 വീതം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ 3 ബുക്കാണ്, ടോട്ടൽ 4. അങ്ങനെ പിന്നെ നമുക്ക് ചെറിയ ചെറിയ സാധനം ചെറുതെന്ന് തുടങ്ങാം. ഇത് തന്നെ ഫസ്റ്റ് വൺ ഹൈലൈറ്റർ. അവിടെ ഫസ്റ്റ് വൺ ഒരു ഹൈലൈറ്റർ. നമ്മൾ ഇവിടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് പോയി അവിടെ നിന്നാണ് ഈ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഹൈലൈറ്റർ, ക്യാമലിൻ്റെ ഒരു ഹൈലൈറ്ററാണിത്. ബ്ലൂ കളർ ഉണ്ട്, ബ്ലൂ കളർ ഹൈലൈറ്റർ ആണ്. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ഡോംസിൻ്റെ ഒരു വൈറ്റ്നർ മേടിച്ചിട്ടുണ്ട്, ഡോംസിൻ്റെ തന്നെ. പിന്നെ സ്റ്റാപ്ലർ നമ്മൾ പഴയതുണ്ടായിരുന്നു, അതിപ്പോൾ ചെറിയ എന്തോ കംപ്ലൈൻറ്റ് ആയിട്ട് നമ്മൾ ഒന്ന് പുതിയത് മേടിച്ചതാണ്. സ്റ്റാപ്ലർ വിത്ത് അതിൻ്റെ പിന്നും ഉണ്ട്. ഇത് രണ്ടും ഇതാണ് അവളുടെ കളർ. ഇത് നമ്മുടെ സാധാ ക്രയോൺസ് തന്നെയാണ്, നമ്മുടെ ക്രയോണിൽ ഇതായിട്ടില്ല. പിന്നെ ഒരു കട്ടർ. ഇതൊക്കെ നമ്മൾ നോർമലി വാങ്ങുന്ന ഐറ്റംസ് ആണ്. കട്ടർ, ഈ ഷാർപ്നർ നമ്മൾ ഒന്നേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ പെൻസിലിൻ്റെ ഈ ഒരു ബോക്സ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ നമുക്ക് ഈ പെൻസിലിൻ്റെ ബോക്സിൽ തന്നെ ഓൾറെഡി ഒരു ഇറേസർ ഉണ്ട്. പിന്നെ സോറി, ഇത് നമ്മുടെ ഷാർപ്നർ. പിന്നെ ഇതിൽ തന്നെ ഒരു ഇറേസറും ഷാർപ്നറും ഉണ്ട്. പിന്നെ അങ്ങനെ ഒരു പെൻസിൽ ബോക്സ്. പിന്നെ ഇത് 2 നമ്മുടെ ഡ്രോയിങ് ബോക്സ് ആണ്. ഇത് ഒന്ന് 6Hൻ്റെതും ഒന്ന് 10B-ൻ്റെതുമാണ്. ഈ 2 ഡ്രോയിങ് പെൻസിലുകളാണ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഈ ബുക്കുകൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് ഞാൻ പൊതിഞ്ഞതാണ് തലേന്ന്. ഒരു കത്രിക മേടിച്ചിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞത് ചേച്ചീൻ്റെ കഴിഞ്ഞിട്ട് കിറ്റും ബാഗൊക്കെ നമ്മളിപ്പോ ഇനിയിപ്പോ വാങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ പറയാം, ഇതാണ് കിറ്റ്. അത് ലാസ്റ്റ് അവിടേക്ക്. പിന്നെ ഒരു കളർ പെൻ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ പെന്നാണ്. ഇത് ഒരു കുറച്ച് ദിവസമായി മേടിച്ചിട്ട്, പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് ബാക്ക് ടു സ്കൂളിന്റെ ഒരു ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ഒരു ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇനി ഇതൊക്കെ കാണിച്ചതാ. പിന്നെ ഒരു ബ്ലാക്ക് അവിടെ നിൽക്കുക കാണിച്ചു. ഷാർപ്നറാണ് നമ്മുടെ കട്ടർ. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ബ്ലാക്ക് പെന്ന് മേടിച്ചിട്ടുണ്ട്, നമ്മുടെ സെല്ലോന്റെ. അപ്പം ഞാൻ എപ്പോഴും ബ്ലൂ വിത്ത് ബ്ലാക്ക് വാങ്ങും. കാരണം നമുക്ക് ഒരു ഹെഡിങ് കൊടുക്കാനൊക്കെ നമ്മൾ ബ്ലാക്ക് യൂസ് ചെയ്യും. പിന്നെ ഒരു കളർ പെന്നും ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ കൊല്ലം തന്നെ ഉണ്ട് കളർ പെൻ. അപ്പോൾ ഈ കൊല്ലം നമ്മൾ അത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് പെന്നാണ്. അത് കാണിക്കാതെ നിൽക്കുക. ഇത് A4. ഇത് ഓൾറെഡി നമ്മൾ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമുള്ള A4. അതാണ് ഇത്. കുറച്ച് മേടിച്ചിട്ടുണ്ട്. അവിടെ ബുക്ക് കാണിക്കാതെ ചെറിയ ചെറിയ സാധനം. ഇത് കാണിച്ചു. ഇത് ഇറേസറാണ്. നല്ല ഭംഗി ഒരു ഇറേസറാണ്. അങ്ങനെ കാണിക്കല്ലേ, എല്ലാം കൂടി ഒപ്പം കാണിക്കില്ല, കുറച്ചിട്ടാണ്. ഈ ഒരു ഇറേസർ ഇതാ, ഇതൊരു സ്മൈലി ഇറേസറാണ്. നല്ല ഭംഗിയുടെ കാണാൻ. ഇനി കാണിച്ചോ. ഇത് നമ്മുടെ ഒരു ഇതാണ് സ്കെച്ച് പെന്നാണ്. സ്കെച്ച് പെൻസ് പെട്ടെന്ന് തീരെയാണ്, അതുകൊണ്ട് നമ്മളൊന്ന് മേടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്കെച്ച് പെന്നും വാങ്ങി. പിന്നെ ഇതാ നമ്മുടെ ഇറേസർ കാണിച്ചു. അതൊക്കെ അത് കാണിക്കാൻ പറയാം. ഇത് നമ്മുടെ സ്റ്റിക്കി നോട്ട്സ് ആണ്. ഈ സ്റ്റിക്കി നോട്ട്സ് നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ നോട്ടിൽ അല്ലാത്ത എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ പറയുമ്പോൾ നമുക്ക് എഴുതി വെക്കാനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്റ്റിക്കി നോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സ്റ്റിക്കി നോട്ട് മേടിച്ചതാണ്. ഇതാ, ഇത് നമ്മുടെ 100 പീസസ് വരുന്ന 40 rupees ഉള്ളതിന് 100 പീസസ് ഇതിൽ വരുന്നുണ്ട്. ചേച്ചീൻ്റെ അല്ല, ഇത് അവളുടെ തന്നെ പോളിച്ചാണ്. ഇതൊക്കെ ഇന്ന് വാങ്ങിയ സാധനങ്ങളാണ്. അതായത് പുതിയതാണ്.
അവിടെ ഇതാ ഈ ഒരു നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി തന്നെ ഉള്ളൊരു പൗച്ച് തന്നെയാണ്. ഇത് നമ്മുടെ ഇവിടെ കാടപ്പടി യാറ ഹൈപ്പർ മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണ്. ഇവരുടെ തന്നെ കുറേ ബ്രാഞ്ചുകൾ പല സ്ഥലത്തുണ്ട്. അപ്പം ഈ ഒരു യാറ ഹൈപ്പർ മാർക്കറ്റ് ഇവിടുത്തെ ഏറ്റവും വലുതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈപ്പർ കുറേ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ബട്ട് ഹൈപ്പർ മാർക്കറ്റ് ഒന്നേ ഉള്ളൂ. മാത്രമല്ല ഇവിടുന്ന് കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. യാറയിൽ നമ്മൾ ഗ്രൂപ്പിൽ വാട്സപ്പായിട്ട് അയക്കല്ലോ, അങ്ങനെ അറിയും. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങും. പിന്നെ 10 നോട്ട്ബുക്കാണ് 60 രൂപേൻ്റെ 10 നോട്ട്ബുക്ക് എടുത്താൽ നമുക്ക് 7 നോട്ട്ബുക്ക് ഫ്രീ ആണ്. പിന്നെ അങ്ങനെ കുറേ ഓഫേഴ്സ് അധികം നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇത് സ്റ്റിക്കി നോട്ട് കാണിച്ചു. പിന്നെ ഇത് നമുക്ക് ഇത് നമ്മുടെ യാറയിൽ തന്നെ, നമ്മുടെ സ്വന്തം യാറ. നമ്മൾ ഇതൊക്കെ മേടിച്ചത് യാറേന്നാണ്. അപ്പൊ ഈ യാറയിൽ തന്നെ മേടിച്ചതാണ് ഇത് നമ്മുടെ ലെക്സി പെന്നാണ്. ഇതിന്റെ എന്താ പറയാ ഒരു പാക്കെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല ഓഫറിനാണ്, ഈ ഒരു നല്ല ഓഫർ പ്രൈസിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ബാക്ക് ടു സ്കൂൾ സീസൺ 9 എന്തോ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ബാക്ക് ടു സ്കൂളിന് ഓരോ സീസൺസ് ആയിട്ടാണ് ഓരോ വർഷം വെക്കാറുള്ളത്. അങ്ങനെ ഈ ഒരു വർഷം ബാക്ക് ടു സ്കൂൾ സീസൺ ഉണ്ടായിരുന്നു. അതിന്റെ ഓഫറാണ് ഞങ്ങൾ അതിന് കുറേ ഓഫർ ഉണ്ട്. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾ മേടിച്ചു, പിന്നെ ഓഫർ ഇല്ലാത്തതും ഉള്ളതും ഉണ്ട്. അങ്ങനെ ഇതാ ഒരു ലെക്സി പെന്നിന്റെ ഒരു പാക്കറ്റാണിത്. ഇതിന് 10 പേനകളുണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് കാണുന്നില്ല എവിടെയാണ്. ഇതാണ് ലെക്സി പെൻസിന്റെ ഒരു പാക്കറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അവളുടെ ക്രയോൺസിൽ നമ്മൾ ഫസ്റ്റ് കാണിച്ചു. ആള് ഭയങ്കര ടോക്സിക്കാണ്. എന്ത് കാണിച്ചാൽ തന്നെയാണ് കാണിക്കുന്നത്. ഉള്ളു വേണ്ട. ഇത് നമ്മുടെ നെക്സ്റ്റ്, ഇത് എല്ലാവർക്കും അറിയാലോ, എന്താ പറയാ താരൊന്നും ഉണ്ടാവില്ലല്ലോ. ഇതാണ് നമ്മുടെ എന്താ പറയാ ബുക്ക് പൊതി. അപ്പോൾ എന്താ ഇത് നമ്മൾ യാറേന്ന് തന്നെ മേടിച്ചതാണ്. ഇതിനൊക്കെ ഓഫർ ഉണ്ട്, ഈ പ്രൊഡക്റ്റിനൊക്കെ ഓഫർ ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ യാറേന്ന് മേടിച്ചതാണ്. എനിക്ക് ഇതുവരെ ഞാൻ മേടിക്കാറുള്ള ഒരു ഇതെന്ന് പറയുന്നത് അതായത് വെക്കി രണ്ടാക്ക. പിന്നെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ള പൊതികൾ പറയുന്നത് ഇത്ര കാലമായിട്ട് ഞാൻ മേടിച്ചിട്ടുള്ളത് ഈ ഒരു ടൈപ്പ് പൊതി. എന്നുവെച്ചാൽ നമ്മൾ ബുക്കിനുള്ളിൽ നനയാതെ കിട്ടും. എന്താണെന്നറിയില്ല, 8ാം ക്ലാസ് തുടങ്ങിയതോടെ ഞാൻ ഇപ്പം ഇനി 9ാണ് 8th ക്ലാസ്സിൻ്റെ സ്റ്റാർട്ട് മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട പൊതി ഇതാണ്. ഈ ഒരു കളർ എന്തോ വല്ലാത്തൊരു ഇഷ്ടം. അങ്ങനെ ഞാനിപ്പോൾ മുതൽ ഈ ഒരു പൊതിയാണ് യൂസ് ചെയ്യാറ്. അപ്പം ഇത് പൊതിഞ്ഞിട്ടില്ല, കുറച്ച് ബുക്കൊക്കെ പൊതിഞ്ഞതാണ്. പൊതിഞ്ഞിട്ടുള്ളത് നമ്മൾ സ്കൂൾ ഓപ്പൺ ചെയ്യും അടുപ്പിച്ചായിരിക്കും പൊതിയാം. പിന്നെ ഇത് നമ്മുടെ പെൻസിൽ കേസ് എന്ന് പറയും, അല്ലെങ്കിൽ നമ്മുടെ പെൻ ഹോൾഡറൊക്കെ പറയില്ല. നമ്മുടെ സ്റ്റഡി ടേബിളിൽ വെക്കുന്ന സാധനമാണിത്. പേനയും പെൻസിലൊക്കെ നമുക്ക് ഇതൊക്കെ വെക്കും ഇട്ട് കൊടുക്കാൻ പറ്റിയ ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അതാണ്. പിന്നെ നെക്സ്റ്റ് ഒരു പൗച്ച് ഞാൻ കാണിച്ചു, അത് ഇവളുടെ ആണ്. ഇനി എൻ്റെ പൗച്ച് ഞാൻ കാണിക്കാം. ഞാൻ ഇത് ഇപ്പോൾ വാങ്ങിയതല്ല, ഒരാഴ്ച ആയിട്ടുണ്ടാവും ഏകദേശം ഇതുമായിട്ട്. അതും യാറേ തന്നെയാണ് എടുത്തത്. ഇത് നമ്മൾ ഇതുവരെ വാങ്ങിയതിലും ഞാൻ കുറേ പൗച്ച് വാങ്ങിയത് ഓരോ വർഷം. നല്ല ക്വാണ്ടിറ്റി എനിക്ക് ഇതിൽ തോന്നി. ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമാണ്. ഇതിൽ അത്യാവശ്യം തന്നെ ക്വാണ്ടിറ്റി കൊടുക്കണമല്ലോ. എനിക്ക് വേണ്ടത്ര സാധനങ്ങൾ തരുള്ളൂ. ഇപ്പം 9th അല്ലേ, അപ്പോൾ ഇതിന് ഞാൻ അനുസരിച്ച് മേടിച്ചതാണ്. നല്ല രണ്ട് ഷിബുകളാണ് ഇതിലുള്ളത്. ഒരു ഷിബ് കുറച്ച് ലാർജും മറ്റത് ഒരു മീഡിയം സൈസിലും. ഇത് രണ്ടും എന്താ പറയുക നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഭാഗമാണ്. അപ്പം പിന്നെ ഇതിൻ്റെ പിക്ചേഴ്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ യൂണിക്കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ ഞാൻ എടുത്തു. അങ്ങനെ അധികം തപ്പേണ്ടൊന്നും വന്നിട്ടില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഹൈപ്പർ മാർക്കറ്റിൽ എങ്ങനെ ഈ ഒരു സാധനം എനിക്ക് കിട്ടിയത് ഞങ്ങൾ വാങ്ങിയതൊന്നല്ല. സപ്പോസ് ഇത് നമ്മളിങ്ങനെ ഇന്ന് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിരുന്നു, ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് യാറയിൽ പോയിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ വേസ്റ്റ് പറഞ്ഞാൽ വേണ്ടാത്തതല്ല, നല്ല നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ കുറേ സാധനങ്ങളുണ്ടാവും. അതെന്ന് വെച്ചാൽ ഈ എന്താ പറയുക പെട്ടികളും ബോക്സുകളും അങ്ങനത്തെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. നമ്മുടെ ഈ ഒച്ചുണ്ടാക്കല്ലേ, നമ്മുടെ ഈ ഒരു ചെരുപ്പൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടണ പെട്ടില്ല, ആ ഒരു മോഡൽ അങ്ങനത്തെ സാധനങ്ങൾ. അതിൻ്റെ വലിയ പെട്ടികളും കുറേ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ സാധനങ്ങളൊക്കെ ഉള്ള വലിയ ബോക്സ് ആണ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് ആ ഒരു ഏരിയ ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ നല്ലൊരു ഇതുപോലത്തെ ഒരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ എടുത്തതാട്ടോ. കാണാൻ നല്ല രസമുണ്ട്. ഇത് നേരിട്ട് കാണുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു എന്താ പറയുക ഒരു രസം എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതെന്തോ ചൈനേൻ്റെ ഒരു പെൻസിൽ ബാഗ് എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. ഇത് ചൈന സെറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം എഴുത്തൊക്കെ ഉണ്ട് ചൈന, ഫുൾ ചൈന. അപ്പം ഉഫാൻസൻ എന്നാണ് ഇതിലെന്തോ എഴുതിയിട്ടുള്ളത്, എന്താ അറിയില്ല.
ബാക്കിയൊക്കെ ചൈന ലാംഗ്വേജ് ആണ്, ഐ ഡോണ്ട് നോ. ആൻഡ് നമ്മൾ ഏകദേശം പേനയും പെൻസിലും കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു, പൗച്ചും പറഞ്ഞു. ഇനി നമുക്ക് നോട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ UP ക്ലാസ്സിൽ എത്തിയതിന് ശേഷം, UP എന്ന് പറയുമ്പോൾ നമ്മളൊരു 5th to 7th വരെ, ആൻഡ് ആ ഒരു ക്ലാസ്സിൽ എത്തിയത് മുതലേ 5th മുതൽ നമ്മൾ ഈ ഒരു 9th വരുന്നത് വരെ നമ്മൾ യൂസ് ചെയ്ത ബുക്ക് ഏതാണ്? ക്യാമലിൻ തന്നെയാണ്. ഈ ഒരു ക്യാമലിൻ്റെ ഈ ഒരു ബുക്ക് ഉണ്ടോ, നല്ല അടിപൊളി കവർ പേജും പക്ക, ആൻഡ് ഇതിൻ്റെ പേജസ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നല്ല വൈറ്റ് കളർ പേപ്പറാണ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ 64, ഞാൻ ഓവർ പേജസ് ഒന്നും കൊണ്ടുപോകില്ല ക്ലാസ്സിൽ, കാരണം വെച്ചാൽ നമുക്ക് ഈ വെയിറ്റ് നന്നായിട്ട് ബാക്കിൽ അറിയിക്കും, അതുകൊണ്ട് നമ്മൾ ഈ ഒരു അങ്ങനെ കൊണ്ടുപോകില്ല. പക്ഷേ ഞാൻ വാങ്ങിയത് നല്ലൊരു ബുക്കായിട്ട് ഇതുവരെയുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാ ഈ ഒരു ബുക്കാണ്, ക്യാമലിൻ്റെ ഈ ഒരു ബുക്ക്. നല്ല സ്മൂത്തറാണ്, നമുക്ക് എഴുതുന്നവർക്ക് ഭയങ്കര സുഖമാണ്. അപ്പം ഈ ഒരു ബുക്ക് നമ്മൾ ഒരു 10-12 വാങ്ങിയിട്ടുള്ളത്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യാത്തതാണ് കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യാത്തതാണ്, ഇത് കവറിലുള്ളതാണിത് കണ്ടോ. അപ്പം ഇങ്ങനെ ഒരു സെറ്റും, ഈ ഒരു സെറ്റിൽ വരുന്നത് 6 ഇത്. പിന്നെ അങ്ങനെ കുറച്ച് വാങ്ങിയിട്ടുണ്ട്, 9, ടോട്ടൽ 10 മേടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാവില്ലേ, ഹെൽത്ത്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, ഈ 9th സ്റ്റാൻഡേർഡ് മുതലുള്ളൊരു വിഷയമാണ് ഈ ആർട്ട് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ചാൽ അതിന് ടെക്സ്റ്റ് ഉണ്ടായത് തന്നെ, സപ്പോസ് ഞാൻ 9th എത്തിയതിൻ്റെ ശേഷമാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ എന്താ പറയുക, നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. അപ്പം അതിനെങ്ങനെ എഴുതാമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ചെറിയ ബുക്കാണ് വാങ്ങിയിട്ടുള്ളത്. ടീച്ചറോട് ചോദിച്ചിട്ട് തന്നെയാണ്, ടീച്ചറുടെ ആ ഒരു റിപ്ലൈക്ക് അനുസരിച്ചാണ് നമ്മൾ മേടിച്ചത്. ചെറിയ 100 പേജസ് അല്ല 72 പേജസ് ഉള്ളൊരു നോട്ട് 2 വാങ്ങിയിട്ടുണ്ട്. ബാക്കി ഒരു ഒന്നൊക്കെ ഇവിടെ വീട്ടിൽ തന്നെ ഓൾറെഡി പഴയതുണ്ടാവും. അപ്പം അങ്ങനെ അതായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ, ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കാണിക്കാനുണ്ടാവുക. അപ്പോൾ അത് കാണിക്കാം, ഇതൊന്ന് സൈഡിലേക്ക് നിൽക്കട്ടെ. ഓക്കെ, ആൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ബാഗ് നല്ല ക്വാളിറ്റി, നല്ല എന്താ പറയുക, സ്പേസ് ഉണ്ട്, മാത്രമല്ല നല്ല ക്വാളിറ്റിയിലൊരു അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ബാഗ് എന്ന് പറയാം. അപ്പം ഞാൻ ഈ ബാഗ് കാണിച്ചതിന് മുമ്പായിട്ട് കാണിച്ചു തരാം. ഉണ്ടോ, ഇത് നല്ല സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ അറകളും പോക്കറ്റ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളത് ആണിത്. കുഴപ്പമില്ല. ഇതിൻ്റെ ഡിസൈൻ ഇവളുടെ കിറ്റാണ്. അപ്പോൾ ഇന്ന് അതൊക്കെ ബാഗ് കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചതാണ്. അപ്പം ഇവളുടെ കിറ്റ് ഇത്. ഇനി എൻ്റെ ബാഗ് കാണിച്ചു തരാം. രണ്ട് ബാഗ് വാങ്ങിയിട്ടുണ്ട്. ഒന്ന് നമ്മുടെ, ഞാൻ പറഞ്ഞുതരാം, ഈ ബാഗ് ഇതാണ് എൻ്റെ ബാഗ്. അത്ര വലിയൊരു ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ കമ്പനി വരുന്നത് ഹൈ സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെതാണ്. നല്ല കുഴപ്പമില്ല, നമ്മളൊരു ആവശ്യത്തിന് ഒക്കെ ഉള്ള നല്ല സ്പേസുള്ള അടിപൊളി ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനല്ല യൂസ് ചെയ്യുന്നത്, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടണമല്ലോ. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയൊരു ബാഗാണ്. ഫസ്റ്റ് വൺ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതാണ്. ഇതിൽ ഇവിടെ ഉണ്ട് നമ്മുടെ ഷിപ്പ് ഉണ്ടോ, അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഇതിൽ ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്താ നല്ല യൂസ് ആണല്ലോ, കുറേ സാധനങ്ങളിടാം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഈ ഒരു അറ കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ അറ വരുന്നത് അത്യാവശ്യം തന്നെ സ്പേസ് ഇതിലുണ്ട്, ഉള്ളിലോട്ട് നല്ല സ്പേസ് ഉണ്ട്. ആൻഡ് ഞാൻ അടക്കിയാണ്, സോറി. ആൻഡ് നെക്സ്റ്റ് ഇതാണ്. ഇത് ഫസ്റ്റ് ഇവിടെ ഷിപ്പ്, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ ഞാൻ ഓപ്പൺ ചെയ്തത് അതോ. അത്യാവശ്യം സ്പേസ് തന്നെ നമുക്കിതിൽ മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ, നല്ല സ്പേസ് ഉപയോഗമാണ്. ആൻഡ് നെക്സ്റ്റ് ലാസ്റ്റ് ഇതാണ്. ഇതിൽ ലാസ്റ്റ് നല്ല സ്പേസ് മാത്രമല്ല ഇവിടെ ഉണ്ടോ ഉള്ളിൽ തന്നെ ഉണ്ടാകാം. ടോട്ടൽ ഈ അറക്ക കുട്ടി വരുമ്പോൾ 5 അറകളാണ് ഇതിലുള്ളത്. ഇത് അടക്കം 5 അറകളുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാഗ് നല്ല പ്രിൻറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലെന്ന് പറയാം, അത്ര വലിയ നല്ലതല്ലെങ്കിലും ഡിസൈനും കാര്യം പ്രിൻ്റ് അല്ല ഡിസൈൻ ആ ഒരു കാര്യം കുഴപ്പമില്ലെന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് എന്നാലും മറ്റേത് ഭയങ്കര ഇത്. ആൻഡ് ബാഗ് പിന്നെ അവൾക്ക് ബാഗ് വാങ്ങിയിട്ടില്ല, ബിക്കോസ് പുതിയ വാങ്ങിയതാണ്. ആൻഡ് എന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. ഇതെന്താ നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സാധനമാണിത്. ഇത് ബാക്ക് ടു സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ളത് അല്ലെങ്കിലും ബട്ട് എന്താ പറയുക, നമ്മളൊരു കുറേ നാൾ ആഗ്രഹിച്ചിട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ പറയാം. ഇത് നല്ല ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ ഡിസൈനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇതാണ് നമ്മുടെ നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്. കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ആൻഡ് ഇതിൽ പറയുകയാണെങ്കിൽ ഷിപ്പ് ഫസ്റ്റ് തന്നെ ഇവിടെയാണ് വരുന്നത്, ഇതുണ്ടോ. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഷിപ്പ് ഇതാണ്. ആൻഡ് സെക്കൻഡ് ഷിപ്പ് ഇതാണ്. ടോട്ടൽ 2 അറകളുണ്ട്.
കുഴപ്പമില്ല, നമ്മളൊരു ഹാൻഡ് ബാഗ് എന്ന രീതിയിൽ നമുക്ക് എങ്ങനെയും പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു തരത്തിലുള്ള ഒരു ബാഗാണിത്. നമ്മളൊരു തൽക്കാലം മേടിച്ചതാണ്. കാരണം എങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ചാർലി ബാഗ് ഉണ്ട്, ബട്ട് അത് എപ്പോഴും നമുക്ക് പറ്റില്ലല്ലോ. കാരണം അത് ചെറുതാണ്. ചാർലി ബാഗ് ഒരു ചെറിയൊരു മോഡലാണ്, ചെറുതാണ്, അത്യാവശ്യം വലുപ്പമുള്ളൂ. അപ്പോൾ അതിലെല്ലാം കൊള്ളാത്ത കാരണം ഇത് മേടിച്ചത്. അപ്പോൾ ഫൈനലി ബാക്ക് ടു സ്കൂൾ എന്തൊക്കെ വാങ്ങിയെന്നുള്ള റിവ്യൂവിൻ്റെ വീഡിയോയിൽ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇത് പൊതിഞ്ഞ് പിടിക്കണം. അത് വേണ്ട. അപ്പം ഏകദേശം എല്ലാം കാണിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇനി എന്തെങ്കിലും വാങ്ങാൻ അറിയില്ല. പിന്നെ നെയിം സ്ലിപ്പ് വാങ്ങാനുണ്ട്. അതൊക്കെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളില്ല. അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, അതൊക്കെ നമ്മൾ ഇപ്പോൾ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നത്. എല്ലാ സാധനങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.